Dear students, in this class we are going to study about H-test or Durbin H-test, which is used for detecting autocorrelation in autoregressive models. Autoregressive models. Okay. So, in the problems of econometrics, which we have studied in the basic econometric area, in autocorrelation detection, we had already studied about Durbin-Watson D statistic. There we have studied the D statistic in order to detect the autocorrelation problem in an econometric analysis. Okay. So, very similar to this D statistic, Durbin has proposed another test which is called H-test, and this is also used for detecting autocorrelation problem as we have used the D statistic, but this H-test is mainly used for autoregressive models. നമ്മൾ D statistic ഉപയോഗിച്ചത് യൂഷ്വൽ ആയിട്ടുള്ള റിഗ്രഷൻ അനാലിസിസിൽ ഓട്ടോ കോറിലേഷൻ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, ഡിറ്റക്ട് ചെയ്യാനാണ്. പക്ഷേ ഓട്ടോറിഗ്രസീവ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ y(t-1) പോലുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ലാഗ്ഡ് വാല്യൂ എക്സ്പ്ലനറ്ററി വേരിയബിൾ ആയിട്ട് വരുമ്പോൾ നമ്മളതിനെ ഓട്ടോറിഗ്രസീവ് മോഡൽ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓട്ടോറിഗ്രസീവ് മോഡലിൽ ഡി സ്റ്റാറ്റിസ്റ്റിക് ആപ്ലിക്കബിൾ ആവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് വി ആർ യൂഷ്വലി ഗോയിങ് ഫോർ ദി Durbin H-test. So in the previous sessions we have been dealing with the problems of this autocorrelation, especially between the stochastic explanatory variable y(t-1) and the error term, and this autocorrelation problem leads to the difficulty in making the estimation problem in an autoregressive model, or it makes the estimation part more complex due to this serious correlation problem between the explanatory variable and the error term. So, in the Stokes adjustment model or in the partial adjustment model, the error term Vt did not have the serial correlation. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊയക് മോഡലിലും അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻ മോഡലിലുമാണ് യൂഷ്വലി നമ്മൾ ഈ ഒരു പ്രശ്നം കണ്ടത്. പാർഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ അല്ലെങ്കിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡലിൽ എറർ term have no serial correlation with the എക്സ്പ്ലനേറ്ററി വേരിയബിൾ, അല്ലെങ്കിൽ നമ്മുടെ എറർ ടേം എന്ന് പറയുന്നത് UT ആണ്. ആ UTയുടെ ഒരു സിമ്പിൾ സ്ട്രക്ചർ കൊണ്ട് തന്നെ ദർ ഇസ് നോ സച്ച് സീരിയൽ കോറിലേഷൻ പ്രോബ്ലം. പക്ഷേ കൊയക് മോഡലും അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻ മോഡലിലും ദിസ് സീരിയൽ കോറിലേഷൻ പ്രോബ്ലം ഈസ് പ്രസൻറ്റ്. നമ്മളത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. നൗ ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ്, ഹൗ ക്യാൻ വി നോ ഇഫ് ദർ ഇസ് സീരിയൽ കോറിലേഷൻ in the autoregressive model? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും if there is serial autocorrelation problem between the error term and the explanatory variable in an autoregressive model? ആ ഒരു പ്രശ്നം എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും എന്ന്, അല്ലെങ്കിൽ ആ ഒരു ഡിറ്റക്ഷൻ മെത്തേഡാണ് നമ്മളിവിടെ ഒരു Durbin H-test കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള യൂഷ്വൽ നോർമൽ റിഗ്രഷൻ മോഡലിൽ വി ആർ യൂസിങ് ദി Durbin-Watson D statistic in order to detect the first order in order to detect the autocorrelation problem, but this D statistic may not be used to detect the serial autocorrelation in an autoregressive model. AR model അല്ലെങ്കിൽ autoregressive മോഡലിൽ ഈ ഒരു D statistic പോസിബിൾ അല്ല, because this computed D value generally tends towards the 2. അപ്പോൾ D വാല്യൂവിൻ്റെ ആ ഒരു ലിമിറ്റൊക്കെ നമ്മൾ പഠിച്ചതാണ്. 0യ്ക്കും 4നും ഇടയ്ക്കാണ് D സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം D വാല്യൂ ഓട്ടോ റിഗ്രസീവ് മോഡലിലോട്ട്, അപ്പം D വാല്യൂ 2 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വി ഡി നോട്ട് റിജക്റ്റ് H0, അല്ലെങ്കിൽ കോറിലേഷൻ പ്രോബ്ലം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഓഫ് ദിസ് we cannot use D statistic in such autoregressive model. If we compute the D statistic for this autoregressive models, there is a
built-in bias. There we cannot discover the first order സീരിയൽ കോറിലേഷൻ. അപ്പോൾ നമുക്ക് ഡി സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചാൽ നമ്മൾ യൂഷ്വലി നമുക്ക് ഈ ഒരു ഓട്ടോ റിഗ്രസീവ് മോഡലിൽ 2 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അതായത് പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ നെഗറ്റീവ് ഓട്ടോ കോറിലേഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അതിൽ തന്നെ ഉള്ള ഒരു ബിൽറ്റ് ഇൻ പ്രോബ്ലം ആണ്. അപ്പോൾ ഓട്ടോ റിഗ്രസീവ് മോഡലാണെങ്കിൽ there we cannot use this D statistic because we cannot discover the first order serial autocorrelation, and therefore Durbin himself has proposed a large sample test of autoregressive model or first order serial correlation autoregressive model, and this is called H statistic. അപ്പോൾ ഡി സ്റ്റാറ്റിസ്റ്റിക് ഈ പറയുന്ന ഓട്ടോ റിഗ്രസീവ് മോഡലിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ ഒരു ലിമിറ്റേഷൻ പരിഹരിച്ചുകൊണ്ട് ഡർബിൻ തന്നെ പ്രപ്പോസ് ചെയ്ത ഒരു ലാർജ് സാമ്പിൾ ടെസ്റ്റാണ് ഫസ്റ്റ് ഓർഡർ സീരിയൽ ഓട്ടോ കോറിലേഷൻ ഓട്ടോ റിഗ്രസീവ് മോഡലിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈസ് ചെയ്ത ഒരു മെത്തേഡാണ് ഈ ഒരു എച്ച് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി എച്ച് സ്റ്റാറ്റിസ്റ്റിക് ക്യാൻ ബി derived as or devised, or it can be represented as H equal to rho hat root of n divided by 1 minus n into variance of alpha 2 hat. So this is the equation devised by Durbin for H statistic. So here n represent the sample size. N represent the sample size. Then variance of alpha 2 hat is represented as variance of lagged yt, that is yt minus 1. നമ്മുടെ വൈ ടി ലാഗ്ഡ് വാല്യൂ വൈ ടിയുടെ ലാഗ്ഡ് വാല്യൂ ആണ് വൈ ടി മൈനസ് 1. ആ ലാഗ്ഡ് വാല്യൂവിൻ്റെ വേരിയൻസിനെയാണ് നമ്മൾ വേരിയൻസ് ആൽഫ 2 ഹാറ്റ് എന്ന് കാണിക്കുന്നത്. ഇനി റോ ഹാറ്റ് നമുക്കറിയാം, നേരത്തെ നമ്മൾ ഡി സ്റ്റാറ്റിസ്റ്റിക്കിൽ പറഞ്ഞ പോലെ തന്നെ റോ ഹാറ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ എസ്റ്റിമേറ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ സീരിയൽ ഓട്ടോ കോറിലേഷൻ. റോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ സീരിയൽ ഓട്ടോ കോറിലേഷൻ കാണിക്കുന്നു, അതിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് റോ ഹാറ്റ്. റോ ഈസ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് സീരിയൽ കോറിലേഷൻ. ഓക്കെ, നൗ for large sample size, Durbin has shown that under null hypothesis that rho equal to 0, that is the coefficient of first order serial autocorrelation, rho equal to 0 നമ്മൾ null hypothesis എടുക്കുകയാണെങ്കിൽ, under the null hypothesis that rho equal to 0, we can say that H statistic follows, asymptotically follows normal distribution with 0 mean and 1 variance. So standard normal distribution. So H statistic is standard normally distributed with mean 0 and variance 1. And we can estimate rho hat. So we can estimate rho. Estimate rho means rho hat can be devised as 1 minus d by 2. അപ്പോൾ ഈ റോ ഹാറ്റിൻ്റെ വാല്യൂ കിട്ടാൻ നമ്മൾ ഡി സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കണം. ആ ഡി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ഹാഫ് ഓഫ് ഡി സ്റ്റാറ്റിസ്റ്റിക് 1 മൈനസ് ഡി ബൈ 2 എന്ന് പറയുന്നതാണ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് റോ ഹാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദോ ഇൻ ഓട്ടോ റിഗ്രസീവ് മോഡലിൽ ഡി സ്റ്റാറ്റിസ്റ്റിക് ആപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഇൻ ഓർഡർ ടു ഫൈൻഡ് റോ ഹാറ്റ് വി ഹാവ് ടു ഗെറ്റ് ദി വാല്യൂ ഓഫ് ഡി സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ നമ്മൾ ഡി വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ റോ ഹാറ്റ് കിട്ടുള്ളൂ. അപ്പം എച്ച് സ്റ്റാറ്റിസ്റ്റിക്കിന് നമുക്ക് ഡിയുടെ വാല്യൂ ആവശ്യം ആണ്. വി ക്യാൻ യൂസ് ഇറ്റ് ആസ് ആൻ ഇൻപുട്ട് ഇൻ കമ്പ്യൂട്ടിംഗ് ദി എച്ച് സ്റ്റാറ്റിസ്റ്റിക്. സോ ടു അപ്ലൈ ദിസ് എച്ച് സ്റ്റാറ്റിസ്റ്റിക് there are different steps or
we can proceed as follows. First step is estimate the model. Estimate our model using the OLS method. OLS method ഉപയോഗിച്ച് നമ്മളുടെ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. Then second step is we have to find the variance of alpha 2 hat. That is the variance of the lagged value of our stochastic explanatory variable. That is variance of yt minus 1 ആണ് വേരിയൻസ് ഓഫ് ആൽഫ 2 ഹാറ്റ് എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി വേരിയൻസ് ഓഫ് ആൽഫ 2 ഹാറ്റ് ഇൻ ദ മോഡൽ. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ വി ഹാവ് ടു ഫൈൻഡ് ദി ഡി സ്റ്റാറ്റിസ്റ്റിക് ഓൾസോ. ഡി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമുക്ക് വേണം നമ്മൾ പറഞ്ഞു. സോ വി ഹാവ് ടു ഗെറ്റ് അപ്പോൾ OLS എസ്റ്റിമേഷൻ അപ്ലൈ ചെയ്ത് OLS മെത്തേഡ് അപ്ലൈ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ വേരിയൻസ് ഓഫ് ആൽഫ 2 ഹാറ്റും ഡി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂയും കണ്ടുപിടിക്കുക. ആസ് എ തേർഡ് സ്റ്റെപ്പ്, യൂസിങ് ദി ഡി വാല്യൂ ഫൈൻഡ് ദി വാല്യൂ ഓഫ് റോ ഹാറ്റ്. റോ ഹാറ്റ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ 2 ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിയുടെ വാല്യൂ വെച്ചുകൊണ്ട് റോ ഹാറ്റ് കണ്ടുപിടിക്കുക. തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് ഇസ് കമ്പ്യൂട്ട് ദി എച്ച് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ഡിയുടെ വാല്യൂ വെച്ച് നമുക്ക് റോ ഹാറ്റും കിട്ടിക്കഴിഞ്ഞു, വേരിയൻസ് ഓഫ് ആൽഫ 2 ഹാറ്റും കിട്ടിയാൽ ദെൻ ഫൈൻഡ് ഔട്ട് ദി എച്ച് സ്റ്റാറ്റിസ്റ്റിക്. നൗ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ ഡിസിഷൻ. ഓക്കെ, so based on the value of the H statistic we can decide whether there is first order autocorrelation or not, and we can use any level of significance as we like. 0.05% or 0.05 or 0.01% of significance level can be used. That is depending upon the preference of the researcher. Okay, so this H test can be used in order to find or in order to detect the problem of autocorrelation in autoregressive models. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് നമ്മുടെ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യുക OLS ഉപയോഗിച്ച്. അവിടെ നമ്മൾ വേരിയൻസ് ഓഫ് ആൽഫ 2 ഹാറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഗോ ഫോർ ഡി വാല്യൂ ആൻഡ് യൂസിങ് ദ ഡി വാല്യൂ ഫൈൻഡ് ഔട്ട് ദി റോ ഹാറ്റ്. അപ്പം എല്ലാ വേരിയബിൾസും കിട്ടിയാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി എച്ച് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ എച്ച് സ്റ്റാറ്റിസ്റ്റിക് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എച്ച് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ അനുസരിച്ച് വി ക്യാൻ decide whether there is autocorrelation problem or not. So there are some features of H statistic. Okay, so we can check what are the different features of H statistic. One is that it does not matter how many X variables or how many lagged values of Y are included in the regression model. അപ്പോൾ എത്ര എക്സ് വേരിയബിൾസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ലാഗ്ഡ് വാല്യൂ വൈയുടെ ലാഗ്ഡ് വാല്യൂ ഡിപ്പെൻഡൻറ്റ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു പ്രശ്നമേ അല്ല. ടു കമ്പ്യൂട്ട് എച്ച് വി നീഡ് കൺസിഡർ ഓൺലി ദ വേരിയൻസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ലാഗ്ഡ് വൈ t-1. അപ്പം എത്ര എക്സ് വേരിയബിൾസ് ഉണ്ടെങ്കിലും എത്ര വൈ t-1 വൈ t-2 അങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ എത്ര ലാഗ്ഡ് വാല്യൂ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഉണ്ടെങ്കിലും ദർ ഇസ് നോ പ്രോബ്ലം. എച്ച് സ്റ്റാറ്റിസ്റ്റിക്കിന് നമുക്ക് വേണ്ടത് വൈ t-1ൻ്റെ വേരിയൻസ് വാല്യൂ മാത്രം ആണ്. അപ്പോൾ എത്ര ഉണ്ടെങ്കിലും നമുക്കത് നമ്മളുടെ എച്ച് സ്റ്റാറ്റിസ്റ്റിക്കിനെ അഫക്റ്റ് ചെയ്യില്ല. അതുപോലെ നമ്മുടെ എത്ര എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഉണ്ടെങ്കിലും എക്സ് വാല്യൂസ് എത്രയുണ്ടെങ്കിലും ദാറ്റ് ഈസ് ഓൾസോ നോട്ട് അറ്റ് ഓൾ എ മാറ്റർ ഓഫ് ഫാക്ട്. സെക്കൻഡ് ഫീച്ചർ ഇസ് ദാറ്റ് ദിസ് ടെസ്റ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ if n into variance of alpha 2 hat, അതായത് നമ്മുടെ ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ 1. നമ്മളുടെ എച്ച് വാല്യൂ എന്ന് പറയുന്നത് എച്ചിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: റോ ഹാറ്റ് ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് എൻ ഇൻറ്റു വേരിയൻസ് ഓഫ് ആൽഫ 2 ഹാറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ എൻ ഇൻറ്റു വേരിയൻസ് ഓഫ് ആൽഫ 2 ഹാറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റിൻ്റെ വാല്യൂ ഒന്നിനേക്കാൾ ഗ്രേറ്റർ ആയാൽ ദിസ് ടെസ്റ്റ് ഇസ് നോട്ട്
applicable. ഓക്കെ, ബട്ട് യൂഷ്വലി അങ്ങനെ സംഭവിക്കാറില്ല. ബിക്കോസ് അപ്പോൾ ഇവിടെ 1 മൈനസ് 1-നേക്കാളും ഗ്രേറ്റർ ആകുമ്പോൾ ദിസ് വിൽ ബിക്കം എ നെഗറ്റീവ് വാല്യൂ. സോ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ദ ടെസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ ഇഫ് ദിസ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1. ബട്ട് പ്രാക്ടിക്കലി അങ്ങനെ ഒരു സിറ്റുവേഷൻ യൂഷ്വലി ഒക്കർ ചെയ്യാറ് ഇല്ല. ദെൻ തേർഡ് ഫീച്ചർ ഇസ്, സിൻസ് ദിസ് ടെസ്റ്റ് ഈസ് ലാർജ് സാമ്പിൾ ടെസ്റ്റ്, നമ്മൾ പറഞ്ഞു ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഫോർ ഫസ്റ്റ് ഓർഡർ ഓട്ടോറിഗ്രസീവ് മോഡൽസ്, അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ സ്മോൾ സാമ്പിൾസ്. അപ്പോൾ നമുക്ക് സ്മോൾ സാമ്പിൾസിൽ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പലപ്പോഴും അതിൻ്റെ സ്മോൾ സാമ്പിളിലുള്ള ആപ്ലിക്കേഷൻ എത്രമാത്രം കറക്റ്റായിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇൻ സച്ച് കേസസ് ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ദാറ്റ് ബ്രോഷ്-ഗോട്ട്ഫ്രൈഡ് ടെസ്റ്റ്, BG ടെസ്റ്റ്, നമ്മൾ റിഗ്രഷൻ മോഡലിൽ ഓട്ടോ കോറിലേഷൻ ഡിറ്റക്ഷൻ ടെസ്റ്റുകളിൽ ഒരെണ്ണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു, ബ്രോഷ്-ഗോട്ട്ഫ്രൈഡ് ടെസ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് ദിസ് BG ടെസ്റ്റ് ഓർ ലാഗ്രാഞ്ചെ മൾട്ടിപ്ലയർ ടെസ്റ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി മോർ പവർഫുൾ ദാൻ ദിസ് H സ്റ്റാറ്റിസ്റ്റിക് ഈവൻ ഇൻ ദ കേസ് ഓഫ് സ്മോൾ സാമ്പിൾസ്. അപ്പോൾ H ടെസ്റ്റ് യൂഷ്വലി ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആണ്, സ്മോൾ സാമ്പിളിൽ അത് ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു BG ടെസ്റ്റ്, ബ്രോഷ്-ഗോട്ട്ഫ്രൈഡ് ടെസ്റ്റാണ് കൂടുതൽ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആൻഡ് ദിസ് BG ടെസ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ഈവൻ ഫോർ ദി ലാർജ് സാമ്പിൾ ഓൾസോ. ഇപ്പോൾ സ്മോൾ സാമ്പിൾ ആണെങ്കിലും ലാർജ് സാമ്പിൾ ആണെങ്കിൽ പോലും BG ടെസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ പല സാഹചര്യത്തിലും H ടെസ്റ്റിനേക്കാൾ കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പവർഫുൾ ആയിട്ട് നമുക്ക് ബ്രോഷ്-ഗോട്ട്ഫ്രൈഡ് ടെസ്റ്റ് പറയാനായിട്ട് പറ്റും, ഈവൻ ഫോർ ദിസ് large sample test. So these are the different features of our Durbin H test. So thank you.